നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചെറിയ ചെറിയ ബിസിനസ്സുകളായിരിക്കാം നാളെ വലിയ ബിസിനസ്സുകളായിട്ട് മാറുന്നതും. പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ വലിയ വലിയ ഫേമുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ മാർക്കറ്റിങ്ങിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും അവരെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്കും വേണ്ടിയില്ല, അഥവാ സ്മാൾ ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയില്ല കുറച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്നാണ്. അഥവാ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട മുന്നേ തന്നെ അവർ ചെയ്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ബിസിനസ് പ്രൊഫൈൽ എന്നാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്നുള്ളത്. അത് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക, അത് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ബിസിനസ്സിനോട് ബന്ധപ്പെട്ടുള്ള ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ ആ ബിസിനസ്സിനോട് ബന്ധപ്പെട്ട പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ അവർക്ക് വരുന്ന ഒരുപാട് ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ടാകും. ഈ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അതിൽ ശേഖരിക്കുക. അപ്പോൾ ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുക. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ബിരിയാണി സെൻറ്റർ ഇന്ന ലൊക്കേഷൻ, അല്ലെങ്കിൽ ബെസ്റ്റ് ബിരിയാണി സെൻറ്റർ നിയർ മീ, ഇതേപോലൊക്കെ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ബിസിനസ് കാണിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അഥവാ SEO ചെയ്യാൻ പറ്റും. അതിനാണ് ലോക്കൽ SEO എന്ന് പറയുന്നത്. പിന്നെ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ വലിയൊരു ഇൻഫ്ലുവൻസറെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾക്ക്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത് മൈക്രോ ആൻഡ് നാനോ ഇൻഫ്ലുവൻസേഴ്സ്, അഥവാ നാനോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാം. അഥവാ ആ ലൊക്കേഷനിൽ ഉള്ള, അഥവാ നിങ്ങളെ ബിസിനസ് എവിടെ ആണെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷനിലുള്ള നല്ല രീതിയിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, അവരെ കൊണ്ട് നിങ്ങളെ ബിസിനസ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യിപ്പിക്കാം. കാരണം എന്താ വെച്ചാൽ അവരെ ഫോളോവേഴ്സ് എല്ലാവരും നിങ്ങളെ ബിസിനസ്സിനായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെ ഒരു 10-12 ആളുകൾക്ക് ഒരു 2000-1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആളുകളെ വെച്ചിട്ട് നിങ്ങളെ ബിസിനസ്സിന് വേണ്ടി വീഡിയോ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നല്ല രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിവുള്ള. അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ പിടിച്ചിട്ട് അവർക്ക് ചെറുതായിട്ടൊക്കെ പഠിക്കുന്നതോടൊപ്പം ചെറിയ ഏർണിങ്സ് ആഗ്രഹിക്കുന്നവരാണ്. അവരെ ഒഴിവ് സമയങ്ങളിൽ നമ്മളെ ബിസിനസ്സിലോട്ട് വന്നിട്ട് നമ്മൾ ബിസിനസ്സിനോട് ബന്ധപ്പെട്ടുള്ള വീഡിയോസും റീൽസുകൾ അവർ എടുക്കാനും അത് അവരെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരു ചെറിയ എമൗണ്ട് കൊടുത്താൽ അത് നല്ലൊരു സന്തോഷമാണ്. പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വാട്സപ്പ് മാർക്കറ്റിംഗ് എന്നുള്ളത്. അഥവാ നിങ്ങളെ ബിസിനസ്സിലോട്ട് വരുന്ന ആളുകളെ നമ്പേഴ്സ് എല്ലാം ഷെയർ ചെയ്ത് അവർക്ക് വേണ്ടി ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ബിസിനസ്സിൽ എന്തെങ്കിലും ഓഫറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റോ കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബ്രോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ അയക്കാൻ പറ്റും. അപ്പോൾ ഒരു വാട്സപ്പ് മാർക്കറ്റിംഗ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ കമ്മ്യൂണിറ്റി ബിൽഡിങ്, അഥവാ നിങ്ങളെ ബിസിനസ്സിലോട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ബിസിനസ്സിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം റെഫറൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. അഥവാ നിങ്ങളെ ബിസിനസ്സിലോട്ട് ഒരാൾ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കമ്മീഷനോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ചെറിയ ബഡ്ജറ്റിനൊക്കെ ആഡ്സ് നിങ്ങൾക്ക് റൺ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ നല്ല റീലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഡയറക്റ്റായിട്ട് പ്രൊഫൈൽ വിസിറ്റ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ലൊക്കേഷൻ, നിങ്ങളെ ബിസിനസ് ഏത് ലൊക്കേഷനാണെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിനൊക്കെ ആഡ്സുകളും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളെ ബിസിനസ് നല്ല രീതിയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോയൽ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നൊരു കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർ പിന്നീട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഡിസ്കൗണ്ട് നിങ്ങൾ കൊടുക്കാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ ബില്ല് ഒരു 82 രൂപ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 2 രൂപ വിട്ട് 80 രൂപ അല്ലെങ്കിൽ ചെറിയ ഡിസ്കൗണ്ടുകളൊക്കെ നിങ്ങൾ കൊടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമർക്ക് ഉണ്ടെങ്കിൽ അവരായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക, അവരായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ്. അഥവാ ഒരു ലോയൽ കസ്റ്റമറാക്കി മാറ്റാൻ നോക്കുക എന്നുള്ളതാണ്.